ജീവൻ നഷ്ടമായ ശേഷവും 5 പേർക്ക് പുതുജീവന്റെ പ്രതീക്ഷയായി മാറുകയാണ് കൊല്ലം കോർപ്പറേഷൻ കൗൺസിലറും വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബി അജിത് കുമാർ. സ്ട്രോക്കിനെ തുടർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ കുടുംബത്തിന്റെ സമ്മതത്തോടെ അദ്ദേഹത്തിന്റെ 5 അവയവങ്ങൾ വിവിധ ആശുപത്രികളിലെ രോഗികൾക്ക് ദാനം ചെയ്തു. ജനസേവന രംഗത്ത് സജീവമായിരിക്കെ ജീവൻ നഷ്ടമായ അജിത് കുമാറിന്റെ അവയവദാനം മരണാനന്തര അവയവദാനത്തിന്റെ മഹത്തായ സന്ദേശമാണ് സമൂഹത്തിന് പകർന്നു നൽകുന്നത്. കൊല്ലം കോർപ്പറേഷൻ കൗൺസിലറും വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബി അജിത് കുമാറിന് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെയാണ് കുടുംബം അവയവദാനത്തിന് സമ്മതമറിയിച്ചത്. കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഒരു വൃക്കയും കരളും പ്രത്യേക ഗ്രീൻ കോറിഡോർ ഒരുക്കി റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ച് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കൈമാറി. രണ്ടാമത്തെ വൃക്ക കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 37-കാരിക്കും നൽകും. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ചികിത്സയിലുള്ള 68-കാരന് നൽകും. നേത്രപടലങ്ങൾ തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിലേക്കും കൈമാറി. ഞായറാഴ്ച രാവിലെ സ്ട്രോക്ക് സംഭവിച്ചതിനെ തുടർന്ന് അജിത് കുമാറിനെ കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് കുടുംബം അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കുകയായിരുന്നു. മേയർ AK ഹഫീസ് ഉൾപ്പെടെ കൊല്ലം കോർപ്പറേഷനിലെ കൗൺസിലർമാർ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കൊല്ലം കോർപ്പറേഷൻ മുനിസിപ്പൽ ടൗൺ ഹാൾ, കുരീപ്പുഴ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലെ പൊതുദർശനത്തിനു ശേഷം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കൊല്ലം കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ബി അജിത് കുമാറിന്റെ അവയവദാനം 5 ജീവിതങ്ങൾക്ക് പുതുപ്രതീക്ഷയാകുകയാണ്. സ്വന്തം ജീവൻ നഷ്ടമായ ശേഷവും മറ്റുള്ളവർക്ക് ജീവന്റെ വെളിച്ചം പകരാനാകുമെന്ന വലിയ സന്ദേശം കൂടിയാണ് ഈ അവയവദാനം സമൂഹത്തിന് നൽകുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.